സുരേഷ് ഇല്ല ഇവിടെ, വിളിച്ചിട്ടും കിട്ടണില്ലല്ലോ. എവിടെ പോയിന്നോ? സുരേഷ് എവിടെ? ആ രാജ എവിടെ സുരേഷ് ജി? എത്ര നേരമായി പറഞ്ഞ ഞാൻ വിളിക്കണം? ആരെ വിളിച്ചേ? ഞാൻ തന്നെ വിളിച്ചേ. ഈ ആരെ നോക്കണ ആരെ? കേറെ അല്ലോട് എന്തിപ്പോ എന്റെ മുഖം ആകണ്ട് വല്ലാണ്ടായിരിക്കുന്നത്? എന്താ പ്രശ്നം? ഞാൻ പറയിരിക്കെ. ഞാനടാ അന്നേ എന്നോട് പറഞ്ഞേ ആ ലോണിനെ പറ്റി. മോക്ക് പഠിക്കാൻ അടുത്ത ലോണല്ലേ? ആ അതന്നെ. ഇപ്പോ ചെറിയ ജപ്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ പ്രശ്നമായിട്ട്. ഈ അവളെ വിളിച്ചിട്ട് കുറച്ച് പൈസ അയച്ചുതരാൻ വേണ്ടി പറയും. ഈ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇപ്പൊ നല്ല ശമ്പളമൊക്കെ ഉണ്ടല്ലോ. ഇവളെ വിളിക്കാറില്ലേ? ഈ ഒരു കാര്യം ചെയ്താൽ ഈ വാലൊക്കെ ഒന്ന് പൊട്ടിക്കാം, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്നെ കാണുമ്പോ തന്നെ എന്തൊക്കെയോ കണക്ക് പ്രശ്നമുള്ള മാതിരിയാണ്. അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം. മറ്റേതെന്തെങ്കിലും വഴിയൊക്കെ കാണാം. ഈ ഒരു കാര്യം ചെയ്യുവേം വാ, നമുക്കൊന്ന് പുറത്ത് പോയിട്ടേ വരാം. ടൗണിക്കൊക്കെ ഒന്ന് ഇറങ്ങി കൂടാണ് കിടക്കൊക്കെ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ലടാ. ഒക്കെ തരണം ചെയ്താൽ മതിയാവുള്ളൂ. ഇതപ്പൊ എന്താ മോൾ ചെയ്യാ? അതല്ലടാ, നമ്മളേ കുട്ടികളൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ടേ അവരൊക്കെ നമുക്ക് വയസ്സാം കാലത്ത് താങ്ങാവുന്ന വിചാരിക്കുന്ന സമയത്തൊക്കെ ആരും ഇല്ലാതാവണേൻ്റെ ഒരു അവസ്ഥ. അല്ല എവിടേക്കാ? ഞാൻ കൃഷി ഓഫീസ് വരെയാണ്. അല്ല എവിടെ സുരേഷ് അയ്യേ? കണ്ടിട്ട് ഒരുപാടായല്ലോ. എന്താ എൻ്റെ കൂലെങ്ങനെ? സുരേഷ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആരോടും പറയാതെ അങ്ങനെ മനസ്സിലിട്ട് നടന്നങ്ങനെ ഈ മെമ്പറോട് കാര്യമാണ്. എന്താ പ്രശ്നം? പിന്നെ പ്രശ്നം കുറച്ച് ഗുരുതരാണ്. എന്തേ? ഇപ്പൊ എന്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അതിപ്പോ തിരിച്ചടവൊക്കെ മുടങ്ങിയിട്ട് ആകെ ജപ്തിയുടെ വക്കില്ല. ജപ്തിയോ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ നമ്മളോടൊന്നും പറയാൻ. നമുക്ക് ശ്രമിച്ചു നോക്കാതെ. പ്രശ്നങ്ങളില്ലാത്തത് ആരാ? ഒന്നിന് നമ്മളൊരു പരിഹാരം കാണാൻ നമുക്ക് നോക്കാം. ഏത് ബാങ്കിലാ? അത് നമ്മളെ ടൗണിലെ ബാങ്കിലേ. അതെ, അത് പേടിക്കാനൊന്നുമില്ല. അന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ? നാളെ മാനേജർ വീട്ടിലുണ്ടാവും. നമുക്ക് നേരിട്ട് പോയിട്ട് കാര്യം സംസാരിക്കാം കേട്ടോ. സാറുണ്ടാവൂല്ലോ ഇവിടെ? ഉണ്ടാവേ, വണ്ടി ഉണ്ടല്ലോ ഇവിടെ. ഇടുവാ. മെമ്പറേ, എന്താപ്പോ ഈ വഴിക്കൊക്കെ? വരും കേറ്. സാറിനെ കൊണ്ട് ഇറങ്ങില്ലേ? ഇന്നൊരു കല്യാണം ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം റിസപ്ഷൻ ആണ്. അപ്പൊ അതിന് പോകണം. അതുവരെ ഞാൻ ഫ്രീ ആണ്. സുരേഷ് ഇരിക്ക്. പിന്നെ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായി പോകുന്നില്ലേ? കുഴപ്പമില്ല. പഞ്ചായത്തും വാർഡുകളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഉഷാറാവുന്നുണ്ട്. സന്തോഷം സാറേ. ഞങ്ങളിപ്പോ വന്നതേ ഈ സുരേഷ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സുരേഷിന്റെ മോക്ക് പഠിക്കാൻ വേണ്ടി എടുത്ത ലോൺ. അതെ. നമ്മൾ മാക്സിമം ടൈം സുരേഷിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരാഴ്ച ടൈം ഇനിയുള്ളൂ. സാറേ, വളരെ പ്രതീക്ഷയോട് കൂടിയായിട്ടാണ് മൂപ്പര് വന്നത്. ഇപ്പൊ ബാങ്കിന്റെ ഭാഗത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടിയാലേ വലിയ ഉപകാരമാവും മൂപ്പർക്ക് ഈ അവസ്ഥയില്. കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല. ബാങ്കിൻ്റെതായിട്ടുള്ള നിയമങ്ങളില്ലേ, ആ നിയമത്തിനനുസരിച്ചല്ലേ ബാങ്ക് പോകും. എന്തായാലും ഒരാഴ്ച ടൈമുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ശരി. ഇറങ്ങല്ലേ മെമ്പറ? ഓക്കെ. ശരി. ചുമരിൽ പതിച്ച ജപ്തി നോട്ടീസ് അതയാളുടെ ഹൃദയതാളം തെറ്റിച്ചു. അലയാഴി പോലെ വിണ്ണിൻ്റെ വിലാപമായി മാറി. ഒടുവിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് നിസ്സഹായനായി ആ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. അമൃതുവർഷിച്ചതാമർദ്ധാംഗി ദൂരയനന്ദ നക്ഷത്രമായി വാനിലെത്തി. അമൃതുവർഷിച്ചതാമർദ്ധാംഗി
ദൂരയനന്ത നക്ഷത്രമായി വാനിലെത്തി. ചെങ്കനൽ ചൂടേറ്റു മനമെരിയുമ്പോഴും, ചെങ്കനൽ ചൂടേറ്റു മനമേരിയുമ്പോഴും തൻ കുഞ്ഞു ശലഭത്തെ കാത്തുപോന്നു, തൻ കുഞ്ഞു ശലഭത്തെ കാത്തുപോന്നു. ജലധാര പകരാത്ത മലർവാടിയെങ്കിലും വേനലിൽ വാടാതുണർവുമേകി. ഒന്നുരിയാടാതെ സന്ധ്യയാം മകളവൾ സിന്ദൂരമോഹിയായി വിട്ടകന്നു. ഒന്നുരിയാടാതെ സന്ധ്യയാം മകളവൾ സിന്ദൂരമോഹിയായി വിട്ടകന്നു. നഷ്ടക്കണക്കിൻ്റെ ശിഷ്ടാവശിഷ്ടമായി വസതിക്കു ജപ്തിപത്രം പതിഞ്ഞു. നഷ്ടക്കണക്കിൻ്റെ ശിഷ്ടാവശിഷ്ടമായി വസതിക്കു ജപ്തിപത്രം പതിഞ്ഞു. ദുഃഖക്കടലല തട്ടിയ താതന്റെ മാനസഭിത്തി തകർന്നടിഞ്ഞു. ജനകനാം പകൽ മങ്ങീരുളടയാനി എത്ര കാതങ്ങളലഞ്ഞിടണം, എത്ര കാതങ്ങളലഞ്ഞിടണം, എത്ര കാതങ്ങളലഞ്ഞിടണം, എത്ര കാതങ്ങളലഞ്ഞിടണം. പിറന്നു വീണ നമ്മളെ പ്രാണനെപ്പോലെ സ്നേഹിച്ചവർക്ക് തിരിച്ചൽപ്പം സ്നേഹം, കരുതൽ, നല്ല ഓർമ്മകൾ അവരും അതാഗ്രഹിക്കുന്നുണ്ടാകില്ലേ?